പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. ഇന്ത്യയുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിക്കായി നിത്യവും ധാരാളം പ്രാർത്ഥനകളും ഉയരുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് മോഡിയുടെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ ആയുസ് നീട്ടിക്കിട്ടാനല്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല. മറിച്ച് അദ്ദേഹത്തിന് സൽബുദ്ധി തോന്നട്ടെ എന്ന കാര്യത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്ത മൗലാന KC അബു സാഹിബ് ഉണ്ടല്ലോ, പട്ടാളത്തിൽ ചേരാൻ ആഗ്രഹിച്ചിരുന്ന രാജ്യസ്നേഹിയാണ്. ഈ ക്യൂ നിൽക്കുന്ന ആളുകളോട്, പ്രയാസം അനുഭവിക്കുന്ന അരപ്പട്ടിണിക്കാരായ ആളുകളോട്, നിങ്ങളിങ്ങനെ ബാങ്കിൽ ക്യൂ നിൽക്കുന്നത് രാജ്യത്തിന് വേണ്ടിയാണ് എന്നാ പറയുന്നത്. ഇപ്പോൾ രാജ്യത്തിന് വേണ്ടി ശങ്കരൻ വക്കീലിൻ്റെ അച്ഛൻ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ശങ്കരൻ വക്കീലിന് ഇനി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. നമുക്കാർക്കും തന്നെ രാജൻ വക്കീലിൻ്റെ മുഖത്തേക്ക് നോക്കേണ്ട, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. പട്ടാളത്തിൽ ചേരണം എന്ന് ഞാൻ ആഗ്രഹിച്ചാലും എൻ്റെ രവിയെ എന്നെ പട്ടാളത്തിലെടുക്കില്ല. പ്രായമായതുകൊണ്ട് DCC പ്രസിഡന്റ് തന്നെ പുറത്താക്കാൻ നിൽക്കുക, അന്നേരം എന്നെ പട്ടാളത്തിലെടുക്കുക. അപ്പോൾ നമുക്കാർക്കും പട്ടാളത്തിൽ ചേരാൻ നിൽക്കില്ല. പിന്നെ രാജ്യസേവനത്തിന് നമുക്കാകെ ചെയ്യാനുള്ള ഒരു വഴി വോട്ട് മാറാൻ ഇങ്ങനെ ക്യൂവിൽ നിൽക്കുക എന്നത് മാത്രമാണ് എന്നാണ് മോഡിയുടെ പ്രസംഗത്തിൽ മനസ്സിലാവുന്നത്. രാജ്യസ്നേഹം എന്തെന്ന് ഇന്ത്യക്കാരെ പഠിപ്പിച്ച പ്രധാനമന്ത്രിയെ നാണം കെടുത്താനായി ഹർത്താൽ നടത്തിയവർ നാണം കെട്ട കാഴ്ചയാണിനി. കാസർകോട്ട് നഗരത്തിൽ നിന്നാണ് ചേതോഹരമായ ആ കാഴ്ച. ഹർത്താൽ പരിപൂർണമായും പരാജയമാണ് എന്നാണ് നമുക്ക് ഈ നഗരത്തിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ നഗരത്തിൽ നിന്ന് വാഹനം ഓടിക്കാൻ വേണ്ടി ധൈര്യം കാണിച്ചവരെ മധുരം കൊടുത്തുകൊണ്ടാണ് യുവമോർച്ചയും അതുപോലെ ഈ പ്രദേശത്തെ ജനങ്ങളും ഒക്കെ സ്വീകരിച്ചിട്ടുള്ളത്. മഹാരാജ നരേന്ദ്രഭായ് തുഗ്ലക്കിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ വെടിയും പുകയും കാണാം. എല്ലാം സഹിക്കാം, എന്നാൽ രാജ്യരക്ഷയ്ക്കായി കേരള പോലീസ് നടത്തുന്ന യുദ്ധത്തെ എതിർക്കുന്ന ചിലരുടെ നിലപാടുകളാണ് സഹിക്കാൻ പറ്റാത്തത്. ഭാഗ്യത്തിന്, കേരള പോലീസിൻ്റെ ഭാഗ്യത്തിന് ലോകനാഥ് ബെഹ്റയാണ് അതിൻ്റെ തലപ്പത്ത് എന്നതുകൊണ്ട് മാത്രമാണ് ആ പാവം പോലീസ് സേന പിടിച്ചു നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇതുപോലുള്ള മാവോയിസ്റ്റുകളുടെ മുമ്പിൽ വീണുപോയേനെ. കഴിഞ്ഞ ദിവസം നമ്മുടെ തണ്ടർബോൾട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അജിത കുപ്പു ദേവരാജ് എന്നീ രണ്ട് സഹാക്കളെ വെടിവെച്ച് കൊന്ന നടപടി അപലപനീയമാണെന്ന് മാത്രമല്ല പ്രതിഷേധാർഹമാണ്. ഞാൻ അതിലൊരു എന്നാ ഒന്നും പറയാൻ പോകുന്നില്ല. കാരണം ഇപ്പോൾ ഗവൺമെൻറ് ഒരു എൻക്വയറി ഓർഡർ ചെയ്തു, മജിസ്ട്രിയൽ എൻക്വയറി ചെയ്തിട്ടുണ്ട്. മജിസ്ട്രിയൽ എൻക്വയറി സമയത്ത് ഞാൻ ഫാക്ച്വലി എന്തെങ്കിലും പോയാൽ ദാറ്റ് വിൽ ബി പ്രിജുഡീഷ്യൽ ടു ദ എൻക്വയറി. സോ ഞാൻ ഒന്നും അതിൽ ഫാക്ച്വലി ഒന്നും പറയില്ല. നിരായുധരായ രണ്ട് മനുഷ്യാത്മാക്കളെ വിപ്ലവ വീര്യത്തിൻ്റെ പേരിൽ മാവോയിസ്റ്റുകളായി എന്നതിൻ്റെ പേരിൽ അവരെ വെടിവെച്ച് കൊന്ന പോലീസ് നടപടി, തണ്ടർബോൾട്ട് നടപടി ഏറ്റവും പ്രതിഷേധാർഹമാണെന്ന് മാത്രമല്ല, മേലിൽ ഇത് കേരളത്തിൽ ആവർത്തിക്കാൻ പാടില്ല. അവർ മാത്രം ബാൻഡ് ഓർഗനൈസേഷൻ ആൾക്കാരായിരുന്നു, നമ്പർ 1. നമ്പർ 2, നമ്മുടെ ടു പ്രൊട്ടക്ട് ദ ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് പീപ്പിൾ ഐ ഹാവ് എ റെസ്പോൺസിബിലിറ്റി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായി എനിക്ക് നടപടിയെടുക്കണം. നിയമപരം അല്ലെങ്കിൽ we have to proceed according to the procedures. മേലിൽ ഈയിനം നിരായുധരായ ആളുകളെ വെടിവെച്ച് കൊല്ലുന്ന ഈ നാണം കെട്ട പരിപാടി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി, ഇതിൻ്റെ സത്യസ്ഥിതി പൂർണ്ണമായി ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ജുഡീഷ്യൽ എൻക്വയറി നടത്തണം എന്നതാണ് എൻ്റെ ആവശ്യം. പക്ഷേ എനിക്ക് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല. കാരണം ഞാൻ യെസ് നോ അങ്ങനെ പറയുകയാണെങ്കിൽ, പക്ഷെ അതൊരു
മജിസ്ട്രിയൽ എൻക്വയറിക്ക് അഫക്റ്റ് ചെയ്യും. സോ അതാണ് ഞാൻ വളരെ സൈലൻ്റായിട്ട് നിൽക്കുകയാണ്. അവർ പെട്ടെന്ന് അവർ പൂർത്തിയാക്കട്ടെ, അത് കണ്ടിട്ട് നമ്മൾ പറയാം. ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് പരാജയമല്ലേ ഇത്? അവിടെ ടാർപ്പാളിയും കെട്ടി അവർ അവിടെ താമസമായിരുന്നു പറയുമ്പോൾ ഈ ഇത്ര അകലെ അല്ല 2-3 കിലോമീറ്ററേ ഉള്ളൂ അകലെ ഇവർ താമസമായിരുന്നു. നാളുവരെയായിട്ട് എന്താണ് ഈ പോലീസിന് കണ്ടെത്താൻ കഴിയാതിരുന്നത്? ഇതിലിപ്പോൾ നമ്മൾ തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഏത് സാന്നിധ്യത്തിൽ ഏത് സർക്കംസ്റ്റാൻസസിൽ അവർക്ക് ഫയർ ചെയ്യാൻ വേണ്ടി വന്നു ആ മജിസ്ട്രിയൽ എൻക്വയറിയിൽ വരും. അതാണ് മെയിനായിട്ട്. അത് ഫസ്റ്റ് വരട്ടെ, അതിനുശേഷം നമുക്ക് ഒരു ആലോചിക്കാം, ആർഗ്യുമെന്റ് ചെയ്യാം, ഒരു തർക്കിക്കാം, ഒരു നിഷേധിക്കാം, എന്തെങ്കിലും ചെയ്യാം. ഇപ്പോൾ അതിന് മുമ്പ് ഒന്നും ഇപ്പോൾ പറയണ്ട. അവരെ വളഞ്ഞു നിന്ന് അറസ്റ്റ് ചെയ്താൽ പോരെ, അതിന് വെടിവെച്ചു കൊല്ലണോ? എത്ര ഭീകരതയാണ് ഇത്? മനുഷ്യത്വമാണോ ഇത്? അല്ല, തണ്ടർബോൾട്ട് കമാൻഡോ ഒക്കെ ഏതെങ്കിലും സമയത്ത് വെടിവെക്കാമല്ലോ, ആത്മരക്ഷയ്ക്ക് വേണ്ടി വേണ്ടേ? അതോ നിങ്ങൾ ആരോട് പെർമിഷൻ വേണ്ട? നിയമം ആരോ പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ഒരു ഓപ്പറേഷൻ ഈസ് വാട്ട്? സപ്പോസ് ഒരു ആൾ നിങ്ങൾ പോകുന്നുണ്ടോ, നിങ്ങൾക്ക് ഒരു ആളെ വെടിവെക്കാൻ പോയത്, യു ക്യാൻ ഓൾസോ ടു പ്രൊട്ടക്ട് യു ക്യാൻ ഓൾവേസ് ഡു ഇറ്റ്. അതാണ് നിയമമില്ലേ പറഞ്ഞിട്ടുണ്ടോ? എങ്ങനെ രണ്ടാളുകളെ വെടിവെച്ച് ഇങ്ങനെ നിഷ്കരണം കൊല്ലാൻ പറ്റും? ഭീകരത എന്ന വാക്ക് തന്നെ ഉപയോഗിക്കുക, പറയാതിരിക്കുന്നത്. ദേ ആർ ദ മെമ്പേഴ്സ് ഓഫ് എ ബാൻഡ് ഓർഗനൈസേഷൻ, ദേ ആർ ആർംഡ് ഓൾസോ. അവരാണ് ആ രീതിയിലാണോ ഞങ്ങൾ നോക്കുന്നത്. പിന്നെ എങ്ങനെ സംഭവിച്ചോ കാര്യങ്ങൾ ഞാൻ മജിസ്ട്രേറ്റൂടെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം റെഡിയായിട്ട് റെക്കോർഡിക്കലി ഉണ്ട്. കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇടതുപക്ഷം എന്ന് പറഞ്ഞാണ് പിണറായി സഖാവ് ഭരിക്കുന്നതെങ്കിൽ ഒരു സംശയം വേണ്ട, ഈ മനുഷ്യ ഭീകര കൊലപാതകത്തിനെതിരെ ശക്തമായ നടപടിയിലേക്ക് അദ്ദേഹം പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, ഞാനൊരു പൊളിറ്റിക്കൽ ഞാനൊരു പൊളിറ്റീഷ്യൻ അല്ല. സോ ഐ കാണ്ട് ഗിവ് എ റിയാക്ഷൻ ടു എ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെ ഒന്നും കാര്യങ്ങൾ എനിക്ക് പറയാൻ ഒന്നും പറ്റിയില്ല. കാരണം ഇറ്റ്സ് നോട്ട് ഫെയർ ഓൺ മൈ പാർട്ട്. സോ ഞാൻ മാത്രം പ്രൊഫഷണൽ കാര്യങ്ങൾ പറയൂ. മനസ്സിലാക്കാൻ രണ്ടാളുകളെ 50ഓളം പോലീസുകാരൻ സ്റ്റൺ ഗണ്ണുമായിട്ട് വളഞ്ഞു നിന്ന് വെട്ടിവെച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ അതിഭീകരത എന്നല്ലാതെ ഒരു വാക്കും പറയാനില്ല. മേലിൽ 1000 ഭീകരത കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ പറഞ്ഞാൽ ശരിയല്ല. കാരണം അത് കുറച്ചുകൂടി ഇമാജിനേഷൻ നമുക്ക്, കാരണം പല മീഡിയയിലെ പല രീതിയിൽ വരുന്നുണ്ടോ എനിക്കറിയാം. കാരണം കുറേ ആൾക്കാർ പറയുന്നത് ഓപ്പറേഷൻ ആണോ, കുറേ ആൾക്കാർ പറയുന്നത് പെട്രോളിംഗ് ചെയ്യാൻ സമയത്താണോ, കുറേ ആൾക്കാർ പറയുന്നത് ഫേക്ക് എൻകൗണ്ടർ ആണോ, കുറേ ആൾക്കാർ പറയുന്നത് റിയൽ എൻകൗണ്ടർ ആണോ. സോ കുറച്ചുകൂടി അവർ ഈ കാര്യങ്ങൾ ഒരു ഇതിൽ വരട്ടെ. നിങ്ങൾ എവിടെ ഉണ്ടോ ഞാനുണ്ടോ, വിൽ ടെൽ യു. ഒരു 70 കൊല്ലം മുമ്പ് ക്യൂബയിൽ അന്നത്തെ ഗവൺമെന്റ് ഇതേ നയം സ്വീകരിച്ചിരുന്നെങ്കിൽ ഫീഡോ കാസ്ട്രോ അന്നേ പോകുമായിരുന്നു, അന്നേ ലോകത്തുനിന്ന് ഇവിടെ പറയുമായിരുന്നു. കൃത്യം അത് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. ഐ ഹാവ് നോ കമൻറ്റ്സ്. അതിൽ ഞാൻ ഒന്നും പറയില്ല. ഞാൻ അതിൽ ഒന്നും ആരാ എന്താ പറയുന്നത് എനിക്ക്, ഐ ക്യാൻ ടോക്ക് ഓൺലി അബൌട്ട് മൈ ഡിപ്പാർട്ട്മെന്റ്. ഇത് ജുഡീഷ്യൽ എൻക്വയറി തന്നെ മരുന്നുള്ളൂ. ജുഡീഷ്യൽ എൻക്വയറിയുടെ സത്യം കണ്ടെത്തണം, അതിന് വിടാൻ പറ്റില്ല. ശക്തമായ ആവശ്യമാണ്. ജുഡീഷ്യൽ എൻക്വയറി നടത്തണം. കുറ്റക്കാരുടെ പേരിൽ ശക്തമായ ശിക്ഷ നടപടി ഉണ്ടാവണം. ഇല്ലെങ്കിൽ അതിനകത്ത് ഒരു ന്യായം ഇല്ല. എൻക്വയറി കുറച്ച് ഫാക്ട്സ് കൊണ്ടുവരും. നമുക്ക് എതിരായിട്ട് വേണമെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ ഡിഫെൻഡ് ചെയ്യണോ ഓർ ആക്ഷൻ കുറ്റം ചെയ്തിട്ടുള്ള ആൾക്കാരുടെ പേരിൽ ആക്ഷൻ എടുക്കണം, ദാറ്റ് വി വിൽ ടേക്ക് ദാറ്റ്, വി വിൽ ഡു. ബട്ട് അതിന് മുമ്പ് ഞങ്ങൾ ഇമാജിൻ ചെയ്തിട്ട് ഒന്നും പറയാനൊന്നും എനിക്കറിയില്ല. നിരായുധരായിരുന്നു എന്ന് ഒരു സംശയമില്ല. ആകപ്പാടെ പറയുന്നത് കുപ്പ് ദേവരാജ് കടന്ന സമീപം ഒരു പിസ്റ്റൾ ഉണ്ടായിരുന്നു, വേറെ ഏതോ ഒരു കൈത്തോക്ക് മാത്രം. അപ്പം നിരായുധരായിരുന്ന മാവോവാദികളെ, ആശയപരമായ ജീവിതം നയിച്ചിരുന്ന ജനസമൂഹത്തിന്റെ പ്രതികളായ 2 പേരെ വെടിവെച്ചു എന്ന് പറയുന്ന പോലീസ് നടന്ന ഒരു പ്രതിഷേധം മാത്രമല്ല, ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുന്ന കേരളത്തിൽ ഇത് സംഭവിച്ചു എന്നത് ഏറ്റവും ദുഃഖകരവും പ്രതിഷേധാർഹവുമാണ്. എനിക്കറിയില്ല. ഐ വാസ് നോട്ട് ഹിയർ, എനിക്കറിയില്ല കേട്ടോ. ശരി, നിങ്ങൾ അതുകൊണ്ട് ഞാൻ ഈ കാര്യത്തിനെ പറ്റി നിങ്ങൾ ആരോട് ഏഷ്യാനെറ്റോട് പറഞ്ഞു, എന്നെ ചോദിക്കണ്ട ഇതിൽ കാര്യം. കേരളത്തിൽ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത് എന്ന് പോലും ഈ പ്രൊഫഷണൽ പോലീസിനറിയില്ല. അതിനാൽ ബെഹ്റാജിയോട് ഇനി ആരും ഈ കാര്യത്തെപ്പറ്റി ഒരക്ഷരം ചോദിച്ചു പോകരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ നിലമ്പൂർ കാട്ടിലേക്ക് പോകാം.
മാവോയിസ്റ്റുകൾക്ക് കേരളത്തിൽ ജനപിന്തുണയില്ല എന്ന വാദം ഇനി ഏതായാലും വിലപ്പോകില്ല. കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പോലും ആ ചോരയുടെ അവകാശികളുണ്ട്. അതാ വരുന്നു അവർ. എല്ലാവർക്കും ജീവിക്കാൻ പോരാട്ടങ്ങൾ തുടരട്ടെ. എല്ലാവരും പോരാടട്ടെ. ബീഹാറല്ല, ജാർഖണ്ഡല്ല, കേരളമാണ് നോക്കോളൂ. മാവോയിസ്റ്റും മനുഷ്യരാണ്. മാവോയിസ്റ്റും മനുഷ്യരാണ്. എല്ലാവർക്കും പോരാടാം. എല്ലാവർക്കും ജീവിക്കാൻ. ഇൻക്ലാബ് സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. എഐവൈഎഫ് സിന്ദാബാദ്. എഐവൈഎഫ് സിന്ദാബാദ്. പോലീസിന്റെ ഗുണ്ടായിസം. പോലീസിന്റെ ഗുണ്ടായിസം. പോലീസിന്റെ ഗുണ്ടായിസം. പോലീസിന്റെ ഗുണ്ടായിസം. കേരളമണ്ണിൽ നടപ്പില്ല. കേരളമണ്ണിൽ നടപ്പില്ല. ഒന്നേ ഒന്ന് പറഞ്ഞേക്ക്. ഒന്നിന് ഒന്നായി 10 നൂറായി. ഒന്നിന് ഒന്നായി 10 നൂറായി. ഒന്നിന് ഒന്നായി 10 നൂറായി. ഒന്നിന് ഒന്നായി 10 നൂറായി. എന്തുകളെയും ന്യായമായും. എന്തുകളെയും ന്യായമായും. ഇൻക്ലാബ് സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. എഐവൈഎഫ് സിന്ദാബാദ്. എഐവൈഎഫ് സിന്ദാബാദ്. CPIയുടെ യുവജന വിഭാഗമായ AIYFന്റെ സഖാക്കളാണ് വെടിവെപ്പ് നടന്ന സ്ഥലത്തേക്ക് മാർച്ച് ചെയ്തത്. പക്ഷേ പിണറായി പോലീസ് അവരെ വഴിയിൽ തടഞ്ഞു. ഒരു കാര്യം അർത്ഥശങ്കപ്പെടയില്ലാത്ത വിധം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ 10-20 പോലീസുകാർ വന്നു നിന്ന് നിങ്ങൾ അവിടേക്ക് കടക്കരുതെന്ന് പറഞ്ഞാൽ, കമ്മീഷണർ സുരേഷ് ഗോപിയുടെ പോലെ നിങ്ങൾ അവിടേക്ക് കടക്കരുതെന്ന് പറഞ്ഞാൽ അത് കേട്ടുപോകാൻ വന്നവരല്ല ഞങ്ങൾ. ഞങ്ങൾക്ക് അവിടേക്ക് കയറണമെന്ന് തീരുമാനിച്ചാൽ ഏത് അധികാരിയുടെ മഞ്ഞത്ത് കയറാനും ഞങ്ങൾക്ക് പ്രയാസമുണ്ടാകില്ല. കേട്ടില്ലേ? പറഞ്ഞത് കേട്ടില്ലേ? ഏത് അധികാരിയുടെ നെഞ്ചത്ത് കയറാനും തങ്ങൾക്ക് പ്രയാസമുണ്ടാവില്ല എന്ന്. ഇവർ മാവോയിസ്റ്റുകൾ തന്നെ, കടുത്ത മാവോയിസ്റ്റുകൾ. ഈ കഴിഞ്ഞ ദിവസം ഏകപക്ഷീയമായ വെടിവെപ്പുണ്ടായി. വെടിവെക്കുന്നതിന് ടെൻഡർ പോയിട്ട് മുന്നോട്ട് വന്ന് അതിന് ലോകനാഥ് ബെഹ്റയും ദേവേഷ് കുമാർ ബെഹ്റയും അജിത് കുമാറും ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ മറുപടി പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ 5 കൊല്ലക്കാലം കേരളത്തിന്റെ തെരുവുകളിൽ ഞങ്ങൾ പ്രിയമുള്ളവരെ ഈ ടെൻഡർ ബോട്ടുകൾ നേരിട്ടുകൊണ്ട് കേരളത്തിൽ അധികാരത്തിൽ വന്നൊരു മുന്നണി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാവപ്പെട്ട മനുഷ്യരെ അടിച്ചിരുന്നാൽ അതിന് ഉത്തരം പറയാൻ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്. അങ്ങനെ ഒരു ബാധ്യതയുണ്ട് എന്ന് അവർ ഉറപ്പിച്ചു പറയുന്നത് അവർ കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ടാണത്രേ. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് ആരുടെ കയ്യിൽ നിന്നും സർട്ടിഫിക്കറ്റ് വാങ്ങിയ കമ്മ്യൂണിസ്റ്റുകാരല്ല. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായത് ഞങ്ങളുടെ ജീവിതം കൊണ്ട്, ഞങ്ങളുടെ നിലപാട് കൊണ്ട്, ഞങ്ങളുടെ നിലപാട് തറയിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട, അല്ലെങ്കിൽ നാട്ടിൽ ഏതെങ്കിലും ഇൻഷുറൻസിനെ പോലെ തമാശ പറയുന്ന മന്ത്രിമാർ കേരളത്തിലുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി കമ്മ്യൂണിസ്റ്റുകാരായതല്ല. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ അഭിപ്രായം പറയണം ഈ കാര്യത്തിൽ. ഇന്ദ്രൻസിനെ പോലെ തമാശ പറയുന്ന മന്ത്രി എന്ന് പറഞ്ഞത് ആരെയാണ് എന്ന് പൊളിറ്റിക്സിന് അറിയാം. ഇതാ ഈ സഖാവിനെയാണ്. ഈ സഖാവിനെ ഉദ്ദേശിച്ചാണ്, ഈ സഖാവിനെ മാത്രമാണ്. മാവോയിസ്റ്റുകളെ ഒന്നും കമ്മ്യൂണിസ്റ്റായിട്ടൊന്നും ഞങ്ങളൊന്നും കാണുന്നില്ല. CPM കാണുന്നില്ല. കാരണം തോക്കും കൊണ്ട് നടന്ന് നിരപരാധികളെ കൊല്ലുകയും എന്നിട്ട് പണം പിരിക്കുകയും ചെയ്യുന്നവരെല്ലാം കമ്മ്യൂണിസ്റ്റാണെന്നും പറഞ്ഞ് നമ്മൾ ചുവന്ന് നടക്കേണ്ട കാര്യമില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇതെൻ്റെ അഭിപ്രായമാണ്. എമ്മണി ഇങ്ങനെ പറഞ്ഞു വന്ന് എഴുതാറുള്ളൂ കേട്ടോ. ഞങ്ങളെ ആണെങ്കിൽ ആ ബംഗാളിൽ എത്ര പേരെ കൊന്നറിയോ മാവോയിസ്റ്റുകൾ? ഒരുപാട് പേരെ ബംഗാളിൽ കൊന്നിട്ടുണ്ട്. ആന്ധ്രയിൽ, തെലുങ്കാനയിൽ, ത്രിപുരയിലും ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ.
ഇവിടെ അങ്ങനില്ല. ഇവിടെ അങ്ങനെ കൊന്നിട്ടില്ല. മറ്റുള്ളതെല്ലാം നിഷ്ഠൂരമായി കൊല ചെയ്തു ഞങ്ങളുടെ ആളുകൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്തരം കാര്യം അവരെ അതാത് പ്രദേശങ്ങളിൽ ചേർത്തിട്ടുമുണ്ട്. ഇത്രയേ ഉള്ളൂ. രാജ്യത്തെ മുഴുവൻ CPM-കാരെയും കൊന്നു നടക്കുന്ന മാവോയിസ്റ്റുകൾക്ക് വേണ്ടി CPI-യിലെ ചെറുപ്പക്കാർ കാണിക്കുന്ന വീര്യം കണ്ടോ? AIYF-ന്റെ സംസ്ഥാന സെക്രട്ടറി മഹേഷ് കക്കത്താണ് ഇപ്പറയുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന പോലീസുകാരെയും ഇവിടുത്തെ നാട്ടുകാരെയും സാക്ഷ്യപ്പെടുത്തി ഞങ്ങൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങളെ കൊണ്ട് എണ്ണി കേരളം ഇതിന് മറുപടി പറയിക്കും. കാരണം ഇത് ജനാധിപത്യ കേരളമാണ്. ഇവിടെയുള്ള രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളുണ്ട്. മാവോയിസ്റ്റ് വേട്ടയുമായി ബന്ധപ്പെട്ട് അവിടങ്ങളെല്ലാമുള്ള ചെമ്മിമാരുമായി അവരുടെ കൊമ്പൻ സേനയുമായി ചേർന്നുകൊണ്ട് പോലീസുകാർ അവിടങ്ങളിൽ മാവോയിസ്റ്റ് വേട്ട നടത്തി നിഷ്ഠൂരമായി ആളുകളെ കൊലപ്പെടുത്തുന്നതിന്റെ വാർത്തകൾ ഞെട്ടലോടുകൂടി വന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇതിനെതിരായി പൊതുവികാരം ഉയർത്തിയ നാടാണ് കേരളം എന്ന് പറയുന്നത്. ആളുകളെ വെടിവെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ആശയത്തെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ധരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചരിത്രമറിയാതെ മണ്ടന്മാരാണെന്ന് ധരിക്കേണ്ടി വരും. അതാണ് രാജ്യത്തിന്റെ തന്നെ ചരിത്രം. കേരളത്തിൽ ആദ്യമായി ഒരു മാവോയിസ്റ്റിനെ പിടികൂടി കണ്ണ് ചൂഴ്ന്നെടുത്ത ശേഷം വെടിവെച്ച് കൊന്നപ്പോഴും നക്സലൈറ്റ് ആണോ എന്ന സംശയത്തിന് പിടികൂടിയ ഒരു ചെറുപ്പക്കാരനെ ഉരുട്ടി കൊന്ന ശേഷം ആവിയാക്കി കളഞ്ഞപ്പോഴും മുഖ്യമന്ത്രിയായിരുന്ന C. അച്യുതമേനോൻ CPI-കാരനായിരുന്നു എന്നറിയാത്തവരും ചരിത്രമറിയാത്ത മണ്ടന്മാരാണ് എന്ന് ധരിക്കേണ്ടി വരും. അതാണ് സംസ്ഥാനത്തിൻ്റെ ചരിത്രം. ഏതായാലും മാവോയിസ്റ്റുകൾ മന്ത്രിസഭയിൽ പോലും നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിലും പിണറായി മന്ത്രിസഭ തളരില്ല കേട്ടോ. CPM മന്ത്രിമാർ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഞങ്ങളൊക്കെ കമാൻഡർ ഇൻ ചീഫുകൾ മാത്രമാണ്. വി ആർ ദി കമാൻഡേഴ്സ്. ലോകത്തൊരു സൈന്യവും കമാൻഡർ ഇൻ ചീഫുകളുടെ മാത്രം ഇടപെടലിലും മികവിലും യുദ്ധം ജയിച്ചതായി കേട്ടിട്ടില്ല. യു ആർ ദി സോൾജിയേഴ്സ്. നിങ്ങളാണ് യുദ്ധം ചെയ്യേണ്ട പട്ടാളക്കാർ. നിങ്ങൾ യുദ്ധം ചെയ്തില്ലെങ്കിൽ യുദ്ധം തോൽക്കും, ഒരു സംശയവുമില്ല. ഡച്ച് പട്ടാളത്തിന്റെ പരാജയത്തെക്കുറിച്ച് ചരിത്രത്തിൽ ഒരു വാചകം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഡച്ച് പട്ടാളക്കാർ മുഴുവൻ കമാൻഡർ ഇൻ ചീഫ്, അവരെല്ലാവരും കമാൻഡർ ഇൻ ചീഫുകളായിരുന്നു. They had no soldiers to fight. യുദ്ധം ചെയ്യാൻ അവർക്ക് പട്ടാളക്കാരുണ്ടായിരുന്നില്ല. യുദ്ധം ചെയ്യാൻ പട്ടാളക്കാരില്ലാത്ത അവസ്ഥയല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. പട്ടാളക്കാരുണ്ട്, പക്ഷെ അവർ യുദ്ധം ചെയ്യുന്നില്ല, പോരാടുന്നില്ല. അവർ നോക്കി നിൽക്കുകയാണ്, സ്പെക്ടേറ്റേഴ്സായി നിൽക്കുകയാണ്. അത്തരമൊരു സ്ഥിതി ഒരു കാരണവശാലും ഉണ്ടാവരുത്. പേടിക്കട്ടെ കേട്ടോ. മാവോയിസ്റ്റുകൾക്കെതിരെയല്ല, സ്വന്തം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയാണ് കമാൻഡർ KT ജലീൽ തീതുപ്പുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾ കാര്യക്ഷമമായിട്ടല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ള വ്യാപകമായ പരാതി ജനങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കൃത്യമായിട്ടൊരു ടൈം തന്നിട്ടുണ്ട് സർക്കാർ. 10 മണിക്ക് ഓഫീസിൽ ഹാജരാവണം, 5 മണിക്ക് ഓഫീസിൽ നിന്ന് പോകാം. ഇനി എല്ലാ ഓഫീസുകളിലും ഒരു ഇൻസ്പെക്ഷൻ വെക്കാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുണ്ട്. അതത് പ്രദേശത്തുള്ള MLA-മാർക്ക് അതിന്റെ ഉത്തരവാദിത്തം നൽകുന്നതിനെ കുറിച്ചും ആലോചിക്കുന്നു. എല്ലാ സ്ഥലത്തും മന്ത്രിക്ക് പോയിട്ട് ഇൻസ്പെക്ഷൻ നടത്താൻ കഴിയില്ല. കഴിയുന്നിടത്ത് മന്ത്രി നേരിട്ട് നടത്തിയിട്ടുണ്ട് കേട്ടോ. തിരുവനന്തപുരത്ത് ചീഫ് ടൗൺ പ്ലാനറുടെ ഓഫീസിൽ കമാൻഡർ KT ജലീൽ തന്നെയാണ് നേരിട്ട് മിന്നലാക്രമണം നടത്തിയത്. ഇങ്ങനെയൊരു യുദ്ധം അദ്ദേഹം തുടങ്ങി വെക്കാൻ കാരണമുണ്ട്. പലപ്പോഴും പല ന്യായീകരണങ്ങളും പറയാറുണ്ട് പലരും. എനിക്ക് ഇവിടെ എത്താൻ വേണ്ടി പണം ചെലവായി, മന്ത്രിക്ക് പണം കൊടുക്കേണ്ടി വന്നു, അല്ലെങ്കിൽ മന്ത്രിമാരുടെ സ്റ്റാഫിന് പണം കൊടുക്കേണ്ടി വന്നു. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ ശ്രദ്ധയിൽപ്പെടുത്താം. നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും പണം കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്നോട് പറയാം. 10 പൈസ കൈക്കൂലി വാങ്ങുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് ചിന്തിക്കാൻ സർക്കാരിന് കഴിയില്ല. ശക്തമായിട്ടുള്ള നടപടി അതുമായി ബന്ധപ്പെട്ട് എടുക്കും. അപ്പോൾ അതാണ് കാര്യം. മന്ത്രിമാർക്ക് കൊടുക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ടും മന്ത്രിമാരുടെ സ്റ്റാഫിന് കൊടുക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ടും ഈ സംസ്ഥാനത്ത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ നാട്ടുകാരിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ, അത് മന്ത്രിമാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്തരക്കാരെയല്ലേ പിണറായി സർക്കാർ ആദ്യം വെടിവെച്ച് കൊല്ലേണ്ടിയിരുന്നത്? അല്ലാതെ കാട്ടിൽ പോസ്റ്റർ ഒട്ടിച്ച് നടക്കുന്നവരെയാണോ? കേണൽ KT ജലീലിൻ്റെ യുദ്ധത്തിന് മനമില്ലാ മനസ്സോടെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വിജയകരമായി പിന്മാറുകയാണ്.
നന്ദി, നമസ്കാരം.